ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ മലപ്പുറം UPSCയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. മലപ്പുറം UPSC ഇത്രയും കട്ട് ഓഫോ, ആളുകളുടെ എണ്ണം ഇതൊക്കെ അറിയണ്ടേ? കൃത്യമായി പറഞ്ഞുതരാം. ആളുകളുടെ എണ്ണവും കട്ട് ഓഫും അതുപോലെ നിലവിലെ നിയമന നില, മുൻ വർഷത്തെ അതായത് മുൻ വർഷത്തെയും അതിന് മുൻപിലെത്തിയും രണ്ട് കട്ട് ഓഫുകൾ, നിലവിലെ ലിസ്റ്റിൽ എത്ര പേരാണ്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്, എത്ര പേർക്ക് ജോലി കിട്ടി എന്നൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ ഈ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ഒന്ന് നോക്കാം. അതായത് 707/2023 കാറ്റഗറി നമ്പർ. 707/2023 മലപ്പുറം 3/12/2024 ഡേറ്റ് ഇട്ടിരിക്കുന്നത്. എപ്പോഴാണ് പരീക്ഷ നടന്നിരുന്നത്? 6/7/2024 പരീക്ഷ നടന്നത്. 6/7/2024 എവിടെയാണ്? UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. എവിടെ? മലപ്പുറം ജില്ല. ഇതിന്റെ സാലറി സ്കെയില് 35,600 മുതൽ 75,400 വരെയാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കുക, എത്രയാണ് കട്ട് ഓഫ്? 66.33. 66.33 മലപ്പുറം UPയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 66.33 നല്ല രീതിയിലുള്ള കട്ട് ഓഫ് ആണ് മലപ്പുറം UPക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. എത്രയാ? 645ലേക്ക് മെയിൻ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം എത്തിയിരിക്കുന്നു. അതായത് 970, 980, 900, 1000 ഒക്കെ ഉണ്ടായിരുന്ന മെയിൻ ലിസ്റ്റ് എന്താണ്? ചുരുങ്ങി 645ലേക്ക് എത്തി. എത്രയാണ്? 645. സപ്ലിമെന്ററി അത് 662, ഡിഫറൻ്റ്ലി ഏബിൾഡ് 21. ആകെ 1330 പേർ. എത്രയാണ്? ആകെ 1330 പേരാണ് UP ലിസ്റ്റിലുള്ളത്. ആകെ 1330. പണ്ട് കഴിഞ്ഞ ലിസ്റ്റ്, ഇപ്പോഴത്തെ നിലവിലല്ല, അതിന് കഴിഞ്ഞ ലിസ്റ്റും അതിന് മുന്നിലത്തെ ലിസ്റ്റൊക്കെ എടുത്തു നോക്കിയാൽ 1000, 1050 ഒക്കെ നിയമനം നടന്ന ഒരു ജില്ലയാണ് മലപ്പുറം എന്ന് നിങ്ങൾ ഓർക്കുക. അവിടെ നിന്നാണ് സപ്ലിമെന്ററി, മെയിൻ ലിസ്റ്റും ഒക്കെ ഉൾപ്പെടെ ആകെ 1330 പേരുടെ ഒരു ലിസ്റ്റ് എവിടെയാണ്? മലപ്പുറം ജില്ലയിലേക്ക് വന്നിരിക്കുന്നത്. നോക്കാം. പഴയ അതായത് നിലവിലെ റാങ്ക് ലിസ്റ്റ് 517/2019 ആണ്. 517/2019 നിലവിലുള്ളത്. ഓക്കെ, നിലവിലുള്ളത് 517/2019. ഓക്കെ, അതിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് 10/10/2022 10/10/2022 10/10/2022. അതായത് 9/10/2025 വരെ ഈ ഒരു ലിസ്റ്റിന് കാലാവധിയുണ്ട്. 9-ാം തീയതി അർദ്ധരാത്രി വരെ ഈ ഒരു ലിസ്റ്റിന് കാലാവധിയുണ്ട്. അടുത്ത 10/10/2022 പുതിയ ലിസ്റ്റ് വരണം. നിങ്ങൾ നോക്കുക, കഴിഞ്ഞ ആ ഒരു ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ 970 പേരെയാണ് ഉൾപ്പെടുത്തിയത്. 970 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ 970 പേര് മെയിൻ ലിസ്റ്റിൽ, സപ്ലിമെന്ററി ലിസ്റ്റിൽ 987 പേരും. അങ്ങനെ 1957 പേരാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന 517/2019 ആ കാറ്റഗറി നമ്പറിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 1957 പേർ. അവിടെ നിന്നാണ് 1330 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് ഈ ലിസ്റ്റ് ചുരുക്കിയിരിക്കുന്നത്. 970 മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നിടത്ത് 645 മെയിൻ ലിസ്റ്റ് മാറി. നിങ്ങൾ നോക്കുക, 2014 നോട്ടിഫിക്കേഷൻ പ്രകാരം വന്ന ആ ഒരു പരീക്ഷയിൽ 52 ആയിരുന്നു കട്ട് ഓഫ്. എത്രയാണ്? 52. പിന്നെ 517/2019 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് 62 ആയിരുന്നു. 62. ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത് 66.33 ആണ്. കട്ട് ഓഫ് കണ്ട കൂടി വരുന്നത്. ഇതാണ് മാറ്റം. അപ്പൊ ഈ ഒരു ലിസ്റ്റ് പ്രകാരം 645 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് കുറച്ചൊക്കെ കുറവ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ചിലപ്പം അങ്ങോട്ടെത്തുമ്പോഴത്തേക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ UP ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നപ്പോൾ 1000-നടുത്ത ആളുണ്ടായിരുന്നു. പക്ഷെ അത് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അത് ചുരുങ്ങി 970ലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ചില മാറ്റങ്ങളൊക്കെ ഇതിൽ സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയാണ് ഇത്രയും പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അത് ഉൾപ്പെടുത്തിയതിന്റെ കാരണം ചോദിച്ചാൽ ഇതാണ് കാരണം. നിങ്ങളൊക്കെ 4/11/2024 ഏറ്റവും ഒടുവിൽ അഡ്വൈസ് പോയ മലപ്പുറം ജില്ല, 4/11 ഏറ്റവും ഒടുവിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. ഇതുവരെ മലപ്പുറം ജില്ലയുടെ അഡ്വൈസ് എന്ന് പറയുന്നത് 394 എത്രയാണ്? 394. അതായത് 9/10/2025 വരെ ലിസ്റ്റുള്ള ഈ ഒരു മലപ്പുറം ജില്ല, ഏറ്റവും കൂടുതൽ സ്കൂളുകൾ നിലവിലുള്ള മലപ്പുറം ജില്ലയുടെ അവസ്ഥയാണിത്. അതായത് മലപ്പുറം ജില്ല UPയിൽ ആകെ 394. കഴിഞ്ഞ തവണയൊക്കെ 970, 980 റേഞ്ചിലൊക്കെ നിയമനം നടന്നിരുന്ന ആ ഒരു മലപ്പുറം UPയുടെ ലിസ്റ്റിന്റെ അവസ്ഥയാണ് 394ലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്.
അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഇതുവരെ 311 വ്യക്തി, ഈഴവ 325, SC സപ്ലിയിൽ 8, ST സപ്ലിയിൽ 12, മുസ്ലിം 313, LCI സപ്ലി 10, OBC 317, വിശ്വകർമ്മ 344, SIUC നാടാർ സപ്ലിയിൽ 3, SCCC സപ്ലിയിൽ 4, ധീവര 533, ഹിന്ദു നാടാർ സപ്ലിയിൽ 2, LV 7, HI എല്ലാവരെയും, LDCP 8 എന്നിങ്ങനെയാണ് ഇതുവരെ നിയമനം നടന്നിട്ട്. ആകെ 394 നിയമനങ്ങളാണ്. ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോഴേക്കും ഏകദേശം നമുക്കൊരു 200നും 250 കൂടി നിയമനം നടക്കാനുള്ള സാധ്യതയുണ്ട്. 200 ആയാൽ പോലും 594 അല്ലെങ്കിൽ ഒരു 600 റൗണ്ടാക്കുക. 600 നിയമനങ്ങളാണ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചാണ് പുതിയ ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇതനുസരിച്ചാണ് 645 പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 645 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം 1300 സംതിങ്, ആകെ 600 നിയമനങ്ങൾ. ഓപ്പണിൽ അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 500ന്റെ അടുത്തെങ്കിലും എത്തും. ആ രീതി അനുസരിച്ചാണ് ഇത്രയും പേരെ ഉൾപ്പെടുത്തി. ഇനി അങ്ങോട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറയും. പരമാവധി പേർക്ക് ജോലി ലഭിക്കുക എന്ന് തന്നെയായിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് പരമാവധി ആളുകൾക്ക് ജോലി ആ ലിസ്റ്റിൽ നിന്ന് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ PSC റാങ്ക് ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ്. പിന്നെ ഇത്തരത്തിലേക്ക് ഒഴിവുകൾ വരണമെങ്കിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം റാങ്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നുണ്ട്. അത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആ രീതിയിൽ തന്നെ കുറച്ചുകൂടി ശക്തമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് മലപ്പുറമായി. അതായത് നല്ല രീതിയിൽ ആളുകളെ ചുരുക്കിയിരിക്കുന്നു, കട്ട് ഓഫ് കൂടിയിരിക്കുന്നു, എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വിലയിരുത്തലാണ്. ഇനിയുള്ള ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ് കൃത്യമായി മുന്നോട്ട് പോകും. ഇൻ്റർവ്യൂവിൽ നല്ല സ്കോർ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളുടെ റാങ്കിലും അതിനനുസരിച്ച മാറ്റം ഉണ്ടാകും എന്ന് വിചാരിക്കുക. 645 പിന്നെ പേരിലാണ് ഇനി നിങ്ങളുടെ ഇൻ്റർവ്യൂ മാർക്കുകളൊക്കെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും റാങ്ക് നിശ്ചയിക്കുക എന്ന് ഓർക്കുക. അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിൽ പരീക്ഷ എഴുതുന്ന ആളുകളാണെങ്കിൽ ഈ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്